So hello guys, welcome back to my YouTube channel Leo YTV7M. Guys, നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റുമായിരിക്കും. പിന്നെ നമ്മൾ ഇന്ന് പുതിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബിസിനസ്സിൻ്റെ പേര് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഇത് പ്ലേ സ്റ്റോർ ഗെയിമാണ്, മൊബൈൽ ഡിവൈസിൽ കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. ഓക്കെ, നമ്മളിതിലൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയാണ് ഗെയ്സ്. ആദ്യം നമുക്കൊരു 50 രൂപ കിട്ടും. ആ ഒരു 50 രൂപ വെച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഗെയ്സ്. നമുക്ക് ആ ഒരു V7M മാറ്റി നമുക്ക് അവിടെ ഒരു ഗെയിമിംഗ് ആക്കാം. എന്ത് പറയുന്നു? ലിയോ YT ഗെയിമിംഗ് എന്ത് പറയുന്നു ഗെയ്സ്? നൈസ് അല്ലേ? യെസ് ഗെയ്സ്, നമുക്ക് എന്തായാലും പേര് മാറ്റാം. ഓക്കെ, പേര് മാറ്റാം ഗെയ്സ്. ഞാൻ മാറ്റും. ഈ വീഡിയോ വരുമ്പോഴത്തേക്കും എൻ്റെ പേര് മാറിയായിരിക്കും കിടക്കുന്നത് ഗെയ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയ്സ് നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായിരുന്നു എന്ന് വിശ്വസിക്കാം ഗെയ്സ്. പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരം ഞാൻ നിന്ന് കറങ്ങുന്നുണ്ട് ഇതിനകത്ത്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഞാൻ ഇത് ട്യൂട്ടോറിയലൊന്നും കണ്ടില്ലായിരുന്നു ഗെയ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഗെയ്സ്. നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യണ്ടേന്ന് ഒരു പിടിക്കില്ല ഗെയ്സ്. അങ്ങോട്ട് ഇങ്ങോട്ട് തേരാപ്പാര നടക്കണ് ഗെയ്സ്. എനിക്ക് ചെറുതായിട്ട് കുറവുണ്ട് ഗെയ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോ 45 മിനിറ്റ് ഗെയ്സ്. നമ്മൾ പറഞ്ഞാണ് നമ്മൾ വീണ്ടും പവറോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഗെയ്സ്. എല്ലാവരും സബ് ചെയ്യുക ഗെയ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ ഓർമ്മയെന്നറിയാം. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ ഗെയ്സ്, പിന്നെ വീഡിയോ എല്ലാം ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മളെ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ആ വീഡിയോ കുഴപ്പമില്ലാതെ റീച്ചുണ്ട് ഗെയ്സ്. ഗെയ്സ്, നമ്മളെ ഫസ്റ്റ് സാധനം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ബ്രെഡ് വാങ്ങിച്ചു ഗെയ്സ്. ബ്രെഡ് ഇതങ്ങനെയാണ് ഗെയ്സ് ഇതിനകത്ത് വയ്ക്കണേ. ഇതറിയാന്നുള്ള കുറേ പേര് കാണും, അതെനിക്കറിയാം. ഇതറിയാന്നുള്ള കുറേ പേര് കാണും ഈ ഗെയിമിനെ കുറിച്ച്. പക്ഷേ ഞാൻ ഇത് ട്യൂട്ടോറിയലൊന്നും കണ്ടില്ല ഗെയ്സ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ ഗെയ്സ്. നിങ്ങളാണ് പൊളിച്ചേനെ ഗെയ്സ്. ട്യൂട്ടോറിയൽ കണ്ടില്ലായിരുന്നു ഗെയ്സ്. പെട്ടെന്ന് ഒരു സർവൈവൽ ഗെയിം ഞാൻ കളിച്ചിട്ടതാണ് ഗെയ്സ്. ട്യൂട്ടോറിയലൊക്കെ കണ്ടാൽ രാത്രി 12-11 മണിയാവും. നമ്മളെ മറ്റേ ഇതിനു മുമ്പ് ഏതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗെയ്സ്. അതിൽ ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് കയറ്റി ഇട്ടപ്പോൾ 1-2 മണിയായി ഗെയ്സ്. 2-3 മണി എണിപ്പിച്ചായി. അതുകൊണ്ട് ഈ വട്ടം ട്യൂട്ടോറിയലൊന്നും കാണാൻ നിന്നില്ല ഗെയ്സ്. നേരെ കയറി കളിച്ച് അതിൻ്റെ കുറവ് കാണാൻ ഗെയ്സ്. നമ്മൾ ഈ ഗെയിം പഠിച്ചാൽ പിന്നെ അറിയാമല്ലോ ഗെയ്സ്. നിങ്ങൾ കാണാൻ പിന്നെ സീനാണ് ഗെയ്സ്. ഈ ഗെയിം അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു ഗെയ്സ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഗെയ്സിൽ എന്ത് ചെയ്യേണ്ടതാണ് ഗെയ്സ്? ഇവിടെ വയ്ക്കണം അതെനിക്കറിയാം. പക്ഷെ അത് എങ്ങനെ വയ്ക്കണേ? ഇങ്ങനെ വെച്ചാൽ മതിയോ? എന്താ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഉണ്ട്? എങ്ങനെയാണ് ഗീസ് വയ്ക്കണേ? നമുക്ക് ഇതെടുത്ത് വെച്ച് നോക്കാം ഗീസ്. ഇതെടുത്ത് എങ്ങനെയാണോ വയ്ക്കണേ? ഓക്കെ നമ്മൾ വയ്ക്കാൻ പഠിച്ച് മനസ്സിലായടാ. യെസ്, എനിക്കിപ്പോഴും ചെറിയ ചുമയുണ്ട്, തൊണ്ടവേദന ഒക്കെ മാറി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യണത്. നമ്മൾ മറ്റൊരു സംഭവം ഉണ്ടല്ലോ ഗീസ്, അതിലോട്ട് ഞെക്കി പിടിച്ചാൽ മതി ഗീസ്. ഇപ്പോൾ മനസ്സിലായി. ഓക്കേടാ. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഗീസിൽ വില മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. മാറ്റാം. ആദ്യം നമുക്ക് ഒരു ഫസ്റ്റ് ടൈമായാലും നമുക്ക് ഈ ഗെയിമുകാർ തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരും ഗെയ്സ്. അതുകൊണ്ട് നമുക്ക് അവർ പറയും പോലെ ചെയ്യാം.
2.99 നമുക്കൊരു എത്ര $3 ഇടാം ഗൈസ്. $3 $3.99 $4 ആവും. $4 ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് സബും ചെയ്ത മച്ചന്മാരെല്ലാവരും ലൈക്ക് സബും ചെയ്ത് പവറായി കൂടെ കുടിക്കോ. ഇതിലും നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അടുത്തൊന്നെങ്കിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് ഇടും, അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ ഇടും ഗൈസ്. ഇത് തന്നെ ഇടാ. നമുക്ക് അടുത്ത പാർട്ട് ഇത് ഇടണോ മൈൻക്രാഫ്റ്റ് ഇടണോ ഗൈസ്? അതോ ഫ്രീ ഫയർ നമുക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിടാം ഗൈസ്. കാരണം എൻ്റെ അക്കൗണ്ടൊക്കെ ഞാൻ കുറേ നാൾ കളിക്കാത്തതിൻ്റെതൊക്കെ ലോഗ് ഔട്ടായി ഗൈസ്. അപ്പോൾ ഇനി അതൊന്ന് ലോഗിങ് ആക്കി എടുക്കണം. പണിയാണ് ഗൈസ്. ഞാൻ അതെന്തായാലും സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് വീഡിയോ ഇടാം. ഇന്ന് രാത്രി ഞാൻ സെറ്റ് ചെയ്യുമ്പം ആദ്യത്തെ 2-3 വട്ടത്തിൽ അത് സെറ്റായില്ലെങ്കിൽ പിന്നെ എന്തായാലും ഞാൻ 2-3 ദിവസം കഴിയാൻ നോക്കാൻ പോകണില്ല ഗൈസ്. ഓക്കെ നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യണം? അത് പുതുക്കിയിട്ട് ഇതിൽ നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് കൊടുക്കണം. എന്ത് ചെയ്യണം ഗൈസ്? ഇതെന്തെടുത്ത് കൊടുക്കണം? എടുത്ത് കൊടുക്കണ്ടല്ലോ ഗൈസ്. എന്ത് ചെയ്യണ്ട? എനിക്കറിയാൻ പാടില്ല. നിങ്ങളല്ലേ ഈ ഗെയിം കളിച്ചിട്ടുള്ള? പറഞ്ഞാ ഗൈസ് എങ്ങനെയാണിത്? ചേഞ്ചാ? അതങ്ങനെ ഗൈസ് ചേഞ്ച് കൊടുക്കണം. എങ്ങനെ ഗൈസ് ഓക്കെ ചെയ്യണം? ഓക്കേടാ 16. ഗൈസ് നമ്മൾ ഇതിൽ നിന്ന് ചേഞ്ച് കൊടുക്കണോ? ഓക്കേടാ, അങ്ങനെയാണ്. നമ്മൾ അതിൽ നിന്ന് നമ്മൾ ചേഞ്ച് കൊടുക്കണം. ഓക്കേടാ, കറക്റ്റായിട്ട് കൊടുക്കണം. അതാണ് വിഷയം. $16 കൊടുക്കണം ഗൈസ്. ഇത് ഞാൻ ഇത്രയും പോരെ? ഇല്ലേ? ഇനി നമ്മൾ പൈസ എടുക്കണോ ഗൈസ്? എന്താണ് ചെയ്യേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇല്ല ഗൈസ്, ഇനി ചേഞ്ച് കൊടുക്കാനാണ് പറയണേ. ഗൈസ് ഞാൻ കുറേ നേരം ഇതിൽ തന്നെ നിന്ന് കറങ്ങണം ഗൈസ്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നോക്കാം. അതങ്ങനെ ഗൈസ് എന്തോ ആവും പോയി ഗൈസ്. എന്തായാലും ഓക്കെ കമോൺ. ഓക്കെ നമുക്ക് എന്തായാലും ബില്ലടിക്കാൻ. ഇതെന്താണ് ഗൈസ് അങ്ങനെ? ക്ലോസ് അല്ല ഇത്. എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ ഇതിലോട്ട് ഇരിക്കണം ഗൈസ്. അങ്ങനെയാണ്ടാ. നമുക്ക് $1 ബാക്കി കൊടുക്കണം ഗൈസ്. $1.1 കൊടുക്കണം. നമ്മൾ കണക്ക് പക്ക കറക്റ്റാണ് ഗൈസ്. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അണ്ണനെ പറ്റി. കണക്കൊക്കെ കറക്റ്റായിരിക്കണം. ഓക്കെ, അവന് കൊടുത്തോ? അങ്ങനെയാണ് ഗൈസ് ഞാൻ നേരത്തെ കൊടുത്ത. എൻ്റർ അടിച്ചാൽ മതി ഗൈസ്. ഗൈസ് നിങ്ങൾ ഈ ബട്ടൺസൊക്കെ നോക്കി വെച്ചോ. നിങ്ങൾ എന്തായാലും കുറേ നേരം നിന്ന് കാണാം ഈ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ബിസിനസ് സൂപ്പർ മാർക്കറ്റ്. നാളെ ഒരു മാള് തുടങ്ങിയെന്നിരിക്കും. നമ്മൾ കാർ സിമുലേറ്ററിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കുറേ കാറൊക്കെ വിറ്റ് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി.
പക്ഷേ എന്തൊക്കെയാ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ എൻ്റെ ഫോണിലോട്ട് അവർ കാർ സിമുലേറ്റർ കയറ്റാൻ പറ്റുന്നില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കളിച്ചേനെ. നോക്കാം നോക്കാം നമുക്ക് കാർ സിമുലേറ്റർ ഒരിക്കൽ ഇടണം. ഫുള്ള് സൈക്കിളൊക്കെ ചെയ്ത് നോക്കാം. 3.99 ഓക്കെ. നമ്മൾ ഈ അമ്മച്ചിയുടെ കാർഡിൽ നിന്ന് നമ്മൾ പൈസ എടുത്തിട്ടുണ്ട്. ഓക്കെ കേസ്, ഇവിടെ ഏറ്റവും കൂടുതൽ പോണ സിറിയൽസും ബ്രെഡും ആണ് കേസ്. ബ്രെഡും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. കേസ് ബ്രെഡ് ഭയങ്കര എക്സ്പെൻസീവ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. അതെന്താണോ അവരൊക്കെ അങ്ങനെ പറയണം അല്ലേ കേസ്. നമുക്കെന്തായാലും ഇതിപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഓക്കേടാ ഗൈസ്. പിന്നെ നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിലൊരു കൊട്ട് കൊട്ടുക. ഓക്കെ, അതാരും മറക്കരുത്. ഓക്കെ, നമുക്ക് ബാലൻസ് ഉണ്ടോ? അതങ്ങനെ കേസ് $8 കേസ്. മിഷീനിൽ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കേസ്. നമ്മൾ കൊടുക്കേണ്ട ബാലൻസ് കാണിക്കുന്നില്ല. ഓക്കെ, അമ്മച്ചി $100 ഒന്ന് കേസ്. അമ്മച്ചിക്ക് ആ $100 ഇവിടെ നിന്ന് സാധനം എടുത്തുകൂടായിരുന്നോ? എന്താ അമ്മച്ചി ഇങ്ങനെ? $96 കേസ്. നമുക്കൊരു 2.20 എടുക്കാം. 2.20 ഓക്കെ. $90 ഇനി ഒരു 5 ഒരു 1 5 1 ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് ഈ കാർഡ് വെച്ച് ചെയ്യാനാണ് കേസ് എളുപ്പം, മറ്റത് പാടാണ് കേസ്. പൈസ എടുത്ത് കാർഡാകുമ്പോൾ വെറുതെ സീനില്ല കേസ്, അടിച്ച് വിട്ടാൽ മതി. നമ്മൾ സീരിയൽസ് എല്ലാം പോയി കേസ്. ബ്രെഡ് ഭയങ്കര എക്സ്പെൻസീവ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താണോ എക്സ്പെൻസീവ് എന്ന് പറയണവർ? എന്തായാലും നമുക്ക് നോക്കണം കേസ്, അതെന്താണ് അവർ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞതെന്ന് അറിയണമല്ലോ. 2 PM കേസ്, 2 മണിയായി കേസ്. അതെന്താവോ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്താലോ കേസ്, ആരും വാങ്ങിക്കുന്നില്ല. എന്താണ് ഇവര് ബ്രെഡൊന്നും വാങ്ങിക്കുക എക്സ്പെൻസീവ് എന്ന് പറയണം. എന്തായാലും നോക്കണം കേസ്, നോക്കണം. എടാ പിന്നെ സബും ലൈക്കും ചെയ്യാത്ത എല്ലാവരും സബും ലൈക്കും ചെയ്യണടാ. ഓക്കെ, ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റണം ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. നമുക്കത് ഗെയിമിംഗ് എന്ന് തന്നെ ആക്കാം ഗെയ്സ്. അല്ലേ അതല്ലേ ഗെയ്സ് നല്ലത്? V7M ലിയോ YT ഗെയിമിംഗ് അല്ലേടാ ഗൈസ്? നമുക്ക് ലിയോ YT എന്ന് മാത്രം ഇടണം. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പം ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും പേര് മാറ്റിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഗെയിമിംഗ് അല്ലെങ്കിൽ YT ആയിരിക്കും ഗൈസ്, YT. പിന്നെ എല്ലാവരും സബ്ബൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ 50 സബ്സ്ക്രൈബേഴ്സായി നമുക്ക് ലൈവൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ സ്കൂൾ വളർന്നെന്ന് എനിക്കറിയാം. ബട്ട് ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ ഫ്രീ ആവുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ ലൈവ് ഇടുന്നതാണ്. ചിലപ്പോൾ രാത്രിയാവാം, നിങ്ങൾക്ക് അവധിയുള്ള ദിവസം രാവിലെ ആവും, അങ്ങനെയൊക്കെ നമ്മൾ ലൈവ് ഇടുന്നതാണ്. ഓക്കെ,
സീരിയൽസിൻ്റെ വില നമുക്ക് കുറച്ച് കൂട്ടാം ഗീസ്. $2 ആക്കാം. എന്തായാലും സമയം കിട്ടി. അതിന് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാം. ഇവരൊക്കെ എന്താണ് ബ്രെഡ് ടു എക്സ്പെൻസീവ് എന്ന് പറയുന്നത്? നോക്കിയാലോ ഗീസ്. നോക്കാം. വെയിറ്റ് ചെയ്യാം ഗീസ്. നമുക്ക് ബ്രെഡ് എന്തുകൊണ്ടാണ് ഇവർ എക്സ്പെൻസീവ് എന്ന് പറയണമെന്ന് ഫസ്റ്റ് നോക്കാം. കമോൺ. കണ്ടോ ഗീസ്, അയാളും പറഞ്ഞിട്ടോ എക്സ്പെൻസീവ്. എൻ്റെ അമ്മ, എടാ ഞാൻ $99 ഇട്ടേടാ. ആരെങ്കിലും വാങ്ങിക്കുമോ? എൻ്റെ അമ്മേ, സോറി കേസ്, എനിക്ക് ചുമന്ന് കേസ്. ഒരു പൈസയുടെ സാധനം. ഓ എൻ്റെ അമ്മേ, എന്തായാലും നല്ല പൈസ കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു കേസ്. അത്രയും പോയി കിട്ടി. ശേടാ, മണ്ടത്തിനെ കാണിച്ചടാ. അല്ലെങ്കിൽ ബ്രെഡൊക്കെ എപ്പോഴേ പോയി നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടായിരുന്നടാ. ആടാ കേസ് ഇടയ്ക്ക് മെസ്സേജ് വരുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. മറ്റേ സിമ്മിൻ്റെ ആണ് ഈ സിമ്മ്. ഓക്കെ, ഓപ്പൺ. ഓക്കെ, നോക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യടാ. ക്ലോസ് ചെയ്യാൻ പറ്റുന്നു. ക്ലോസ് ചെയ്തു. ഓക്കേടാ. എടാ, പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നടാ. അതിന് 25 വ്യൂസേ ഉള്ളൂ. ഇപ്പോൾ ഇടുന്ന വീഡിയോസിനെല്ലാം അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് ഗീസ്. അതിനെല്ലാം കാരണം നിങ്ങളിൽ ഓരോരുത്തരാണ് ഗീസ്. അപ്പം അതിന് എനിക്ക് നിങ്ങളടുത്ത് എല്ലായിടത്തും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ഗീസ്. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാവരും ലൈക്കും സബും കൂടെ ചെയ്താൽ നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും ഗീസ്. പിന്നെ നമ്മൾ ഷോർട്സ് അല്ല ഗീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. വീഡിയോസാണ് ഗീസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഷോർട്സ് നമ്മൾ വല്ലപ്പോഴും ഇടും ഗീസ്, വല്ലപ്പോഴും ഇട്ടായിട്ട്. അങ്ങനെയാണ് ഗീസ് ഷോർട്സ്. ഫോക്കസ് കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഗീസ്. നമുക്ക് വീഡിയോസാണ് നമ്മളെ മെയിൻ. ഓക്കെ, അതപ്പം നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, അതാണ് ഗീസ് എൻ്റെ ലക്ഷ്യം. നിങ്ങളെല്ലാവരും സബ് ചെയ്ത് വെച്ചാൽ ഇതേപോലെ കിടിലം വീഡിയോസ് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോറി ഗീസ്, ചുമയാണ് ഗീസ്, ചെയ്യാനാണ്. നമുക്ക് സ്പേസ് മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം ഗീസ്, അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ നേരത്തെ നമുക്ക് പണിയാവും. അതുകൊണ്ട് നോക്കാം ഗീസ്. നമ്മളെന്തായാലും വില മാറ്റിയോണ്ട് ഇനി എന്തായാലും നമ്മൾ ബ്രെഡ് പോവണം. ഇനി നമ്മൾ ബ്രെഡ് എന്തായാലും പോവും. ഓക്കെ ഗീസ്, പിന്നെ സ്കൂൾ തുറന്നിട്ടുള്ള ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഗീസ്? നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാവരും കണ്ടോ ഗീസ്? നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളെ ക്ലാസ്സിൽ തന്നെ ഗീസ് ഷഫിൾ ചെയ്താ? ഓക്കെ, വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ മടിയുണ്ടല്ലോ ഗീസ്. ഞാനും അങ്ങനെയായിരുന്നു ഗീസ്. അമ്മച്ചി ബ്രെഡ് എടുത്ത് ഗീസ്. കണ്ടോ ഗീസ്, നമ്മളെ ബ്രെഡിൻ്റെ വില കുറച്ചപ്പോൾ ബ്രെഡൊക്കെ പോകുന്നുണ്ട് ഗീസ്. 2 രൂപയ്ക്കൊക്കെ അമ്മച്ചി എന്തിനാണ് അമ്മച്ചി കാർഡ് തരണ? പൈസ കൈ തന്നാൽ പോരെ അമ്മച്ചി? എന്താ അമ്മച്ചി ഇങ്ങനെ? ഓക്കെ ഗീസ്, ഇതാണ് യഥാർത്ഥ അമ്മച്ചിയുടെ മുടിയുണ്ടോ ഗീസ്? നരച്ചിരിക്കണം. നമുക്ക് ഡൈയൊക്കെ വാങ്ങിച്ച് വയ്ക്കണം. കണ്ടോ ഗീസ്, അമ്മച്ചി ടോട്ടൽ 4 രൂപയുടെ സാധനം എടുത്ത്.
ഇതൊക്കെ ഇവർക്ക് പൈസ തന്നാൽ പോരെ. ചുമ്മാ കാർഡും കൊണ്ടുവന്ന് മനുഷ്യനെ മെനക്കെടുത്തി ഓരോ മെഷീനിലും കുത്തിയ. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം കാർഡാണ്. ചേഞ്ച് കൊടുക്കാൻ പാട് ഇതാണ് ഗൈസ്. ചേഞ്ച് കൊടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മളെ ഇതിൽ ക്യാഷിൽ 1 രൂപ തിരിച്ചു കൊടുക്കണം ഗൈസ്. 1 രൂപ ചേഞ്ച് കൊടുക്കണം. കമോണ്ടർക്ക് 1 രൂപ കൊടുക്കാം. ഓക്കെ ഇതിപ്പോൾ എത്രയ്ക്കാണ് കേസ് കിടക്കുന്നത്? കേസ് 99 രൂപയ്ക്ക്. അതെന്തോ സാധനം കേസ് നേട്ടിരിക്കണേ. 99 പൈസയ്ക്ക് വില മാറ്റം അല്ലെങ്കിൽ യോമാരെല്ലാം അടിച്ചുകൊണ്ട് പോകും കേസ്. യോമാരൊക്കെ കള്ള പാർട്ടികളാണ് ഗൈസ്. 2.00. ഓക്കെ നമുക്ക് ഇപ്പോഴല്ലേ നമുക്ക് ലാഭം. ഓക്കെ കാർഡാണ് കേസ്. 2 രൂപയൊക്കെ ആണെങ്കിൽ ക്യാഷ് തരണതാണ് കൂടുതൽ നല്ലത് അല്ലേ കേസ്? അല്ലേ? അതേടാ. $4 കൊടുക്കാം. ഓക്കെ എടുത്തോണ്ടേക്കോ. ഉച്ചയ്ക്ക് 3 സാധനങ്ങൾ. ഓക്കെ എത്ര $? അവൻ കറക്റ്റ് പൈസ തന്നിട്ട് അവൻ പോയി. അവൻ മസിൽ പിടിച്ചുകൊണ്ടാണ് അവൻ പോണത്. ഓക്കെ ഈ വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് 46 മിനിറ്റ് അതിലും കൂടി എന്നൊക്കെ വരും. നിങ്ങളൊക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഗൈസ്. ഫുള്ള് കോമഡി വീഡിയോസൊക്കെയാണ് ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതെവിടെ നൂരിയൊന്ന് എന്താണ് ഗൈസ്? കേസ് നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം. കേസ് ഇവരെന്താണ് ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരാത്തത്? ഈ 2 അമ്മച്ചിമാരെന്താണ് ഈ സാധനം തരാത്തത്? സാധനം തന്നാലേ കേസ് ബില്ലടിക്കാൻ പറ്റൂ. എന്താണ് കേസ് ഇവരിങ്ങനെ? ഗൈസ് ഇവരെ തള്ളി നീക്കാൻ പറ്റൂ? ഗൈസ് ഇതെന്താണ് ഗൈസ്? ഈ ഒരൊറ്റ അമ്മച്ചി കാരണം നമുക്ക് കുറെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുമല്ല. അമ്മച്ചിയെ പിടിച്ച് മാറ്റാനും പറ്റൂല. എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ ഇവിടെ തിരക്ക് കൂടി സമയമായിരുന്നു ഗൈസ്. ഈ അമ്മച്ചി ചതിച്ച്. ഓക്കെ ഇപ്പൊ വർക്കായടാ കുറച്ച്. അപ്പോൾ എത്ര $? $13 $10 ബാക്കി $5 കേസ് കൊടുത്തിട്ടുണ്ട്. ഈ അമ്മച്ചി വന്നിട്ടുണ്ട്. പറയൂ കാർഡാണ്. $4 4. ഓക്കെ ഒരു സീരിയൽ എടുത്തിട്ടുണ്ട്. ഓക്കേടാ. നേരെ ഒരു TC അമ്മച്ചിമാർ പറഞ്ഞില്ല. ഇവരാണ് നേരത്തെ അവിടെ വഴി കയറിയുന്നത്. എന്ത് ചെയ്യും
എന്തായാലും നേരെ ഉരുട്ടി കേസ്. നമുക്ക് എന്തായാലും നമ്മളെ ഷോപ്പ് ക്ലോസ് ചെയ്താലോ കേസ് ഇന്ന്. ഓക്കെ, വേറൊരാൾ കൂടെ വന്നപ്പോൾ അയാൾക്ക് കൂടെ നമുക്ക് പൈസ കൊടുത്തിട്ട് പോവാം. ഓക്കെ ഓക്കേടാ. ഓക്കേടാ, നമുക്ക് അവനെ അങ്ങേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്തായാലും ഷോപ്പ് ക്ലോസ് ചെയ്യാം കേസ്. ഇവരൊക്കെ വന്ന് തീരുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. ഷോപ്പ് ക്ലോസ് ചെയ്ത് കേസ്. ഓക്കേടാ, നമ്മൾ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡേ 2 ആണ്. 50 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേസ്, ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ലൈസൻസ് ഒക്കെ മേടിക്കാൻ പറ്റും കേസ്. ലൈസൻസ്, ഫുഡ് ലൈസൻസ്, അത് വാങ്ങിച്ചാൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റും കേസ്. ഓക്കേടാ ഗെയ്സ്, നമ്മൾ ഇത്രയും സമയമെടുത്ത് ഏകദേശം 40-45 മിനിറ്റ് ഉണ്ട് ഗെയ്സ്. അപ്പോൾ ഇത്രയും സമയമെടുത്ത് നമ്മൾ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ ഒരു ഇത് കാണിക്കണ്ടേ ഗെയ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ഗെയ്സ്, പ്ലീസ് ഗെയ്സ്. അതായത് എല്ലാ വട്ടവും നിങ്ങൾ കാല് പിടിക്കുന്നതാണ് ഗെയ്സ്, പ്ലീസ് ഗെയ്സ് സബ്. ഓക്കെ നമ്മൾ ഈ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ നമുക്ക് 1K, 2K, 3K, 4K, 5K, 6K, 100K, 1000K, 1 million, 2 million, 3 million, 100 million ഒക്കെ അടിക്കാൻ ഗെയ്സ്. പക്ഷെ നിങ്ങൾ മനസ്സ് വിചാരിക്കണം, നിങ്ങൾ മനസ്സ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ വേറെ ആൾക്കാരൊക്കെ നമ്മളെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കണ്ടിട്ട് നമ്മളെ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് നമ്മളങ്ങനെ പോപ്പുലർ ആവും. ഓക്കെ, അതിന് നിങ്ങൾ വിചാരിച്ചാലേ പറ്റും കേസ്. അതിൽ എനിക്ക് യാതൊരു റോളുമില്ല. ഞാൻ വീഡിയോസ് ഇടുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഓയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, ഇതെന്താണ് കേസ്? മാമാണെന്ന് തോന്നുന്നു, അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കമോൺ ഗെയ്സ്, ഇത് ഏകദേശം ഞാൻ ഗെയിം കളിച്ച് വന്നപ്പോൾ 40-45 മിനിറ്റ് ആയി ഗെയ്സ്. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണ്ടേ ഗെയ്സ്. ഏകദേശം 10-18 മിനിറ്റോളം നമ്മൾ കുറേ ബണ്ടത്തെല്ലാം കാണിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്താണുള്ളത് ഗെയ്സ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം കയറ്റിയെടുത്തത്. ഓക്കെ, നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. കിടിലാണ് ഗെയ്സ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ക്ലൈമാക്സ് ആണ് ഗെയ്സ്, എല്ലാവരും കാണുക. ഓക്കെ ഗെയ്സ്, ഇത്രയും നേരം കണ്ടിട്ട് ലൈക്കും സബും അടിച്ചില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ ഗെയ്സ്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കേടാ, കമോൺ. നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പറഞ്ഞു ഗെയ്സ് നമ്മളെ ഷോപ്പിലോട്ട് നിങ്ങളെ അണ്ണൻ നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തിച്ചു തരാം. ഫോൺ നമ്പറൊക്കെ താഴെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മൈദാമാവ്, ആട്ടമാവ് സാധനങ്ങളെല്ലാം നിങ്ങൾ അണ്ണൻ കൊണ്ടെത്തിക്കാം. ചുമ്മാ പറഞ്ഞാണ് ഗെയ്സ്. പിന്നെ അതിനായാലും കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ഒന്നും പറയണ്ട, വെറുതെ പറഞ്ഞാണ്. ഇത്രയും നേരമായിട്ട് ആരും വന്നു ഗെയ്സ്, വന്നു. ബ്രെഡ് ഗെയ്സ്, ബ്രെഡ്. ഓക്കെ,
ഗീസ് നിങ്ങൾ കുറച്ച് നേരം വീഡിയോ കണ്ടോ ഗീസ്? എനിക്ക് തൊണ്ട വരെ എടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ ഗെയ്സ്, അപ്പം നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ഫാനിൻ്റെ സൗണ്ട് ആയിരിക്കും കേട്ട ഗെയ്സ്. ഞാൻ വെള്ളം കുടിച്ചൊന്ന് തൊണ്ടയൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കി ഗെയ്സ്. ഓക്കെ, അങ്ങനെ ബാക്കി കാര്യങ്ങളോട്ട് നോക്കാം. ഇപ്പോൾ ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, കാർഡാണ്. ഓക്കെ, $2. ഓക്കെ, 2. ഓക്കെ, ഓക്കെ, 2 ആട്ടമാവ മേടിച്ചിട്ടുണ്ട്. അതിനുള്ള പൈസ എത്ര? ബാലൻസ് 4 രൂപ. 1, 2, 3, 4. പോട്ടെ. ടു എക്സ്പെൻസീവ്. നിങ്ങൾ കരയുന്നത് എന്തിനാണ് അമ്മച്ചി? പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മച്ചി കരയാണെങ്കിൽ ഓയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ മിനിറ്റ്സ് ആണ്. ഇതിലൊക്കെയാണ് ഇനി നമ്മൾ ടെസ്റ്റ്സ് ഒക്കെ വരാൻ പോണത്. ടെസ്റ്റ് അത്ര വലിയ ടെസ്റ്റ് ഒന്നുമില്ല ഗെയ്സ്, ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ എന്തായാലും അവസാനം വരെ കാണുക. ഓക്കെ, അവസാനം വരെ കാണുക ഗെയ്സ്. പിന്നെ ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചന്മാരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമുക്ക് റോഡ് ടു 15 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, റോഡ് ടു 15 സബ്സ്ക്രൈബേഴ്സാണ്. 50 സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ ടാർഗറ്റ്. നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് യൂട്യൂബിൽ നിന്ന് എപ്പോൾ സാലറി ഇട്ടു അപ്പം നിങ്ങൾക്കുള്ള ഗീവ് അവേ ഒക്കെ വരും ഗെയ്സ്. അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗെയ്സ്. നമ്മളതിൽ അതിനുള്ള പൈസയൊന്നുമില്ല ഗെയ്സ്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നും തരാതിരിക്കൂല. എന്താ തരിക, നമുക്ക് റോബ്ലോക്സ് തരാൻ പൈസയില്ല ഗെയ്സ്. അതുകൊണ്ട് നമുക്ക് ഒരു 6 തരാം ഗെയ്സ്. നിങ്ങൾക്ക് 5 പേർക്ക് 6 തരാം. ഓക്കെ, എന്ത് പറയുന്നു? 5 പേർക്ക് 6 വെച്ച് തന്നാൽ പോരെ? എന്ത് പറയണം? അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം. ഓക്കെ, മാത്രം. ഓക്കേടാ. അത് ആദ്യം 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ പറയാം റൂൾസൊക്കെ എന്താണെന്ന്. അപ്പം അതനുസരിച്ച് നിങ്ങളിട്ടാൽ നിങ്ങളെണ്ണം തന്നിരിക്കും. ഓക്കെ, നിങ്ങളെ ഫസ്റ്റ് ഡേ ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നാളെ നിങ്ങൾക്ക് എങ്ങനെ ഗെയ്സ് ക്ലാസ് തുടങ്ങുകയാണ്? നിങ്ങൾക്ക് എന്തായാലും നാളെ ക്ലാസ് തുടങ്ങാൻ സാധ്യതയില്ല. എന്തായാലും പരിചയപ്പെടലൊക്കെ ആയിരിക്കും ഗെയ്സ്. സാറുമാരും ടീച്ചർമാരും ഒക്കെ പേര് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും നാളെ എന്തായാലും. പിന്നെ ക്ലാസ് തുടങ്ങിയാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സബ് ചെയ്യാം. ഓക്കെ, നമുക്ക് അമ്മച്ചി 2 ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. 12 രൂപ 1, 2, 3, 4 കേസ് കറക്റ്റ് പൈസ. അമ്മച്ചി പോയിക്കോ. ഓക്കെ,
ഇവൻ എന്താ 2 ഓയിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ ഗേസ്, ഓയിൽ എക്സ്പെൻസീവ് ആണെങ്കിലും ആൾക്കാർ എടുക്കുന്നുണ്ട് ഗേസ്. അതുകൊണ്ട് പിന്നെ അത്ര സീനില്ല. നമ്മളെ ബ്രെഡാണെങ്കിൽ 96 രൂപയ്ക്ക് ഇട്ട് ഒരാൾ പോലും വാങ്ങിച്ചില്ല ഗേസ്. നഷ്ട കച്ചവടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം അത്യാവശ്യം ലാഭമുണ്ട് ഗേസ്. ഇപ്പം തന്നെ നമുക്ക് 136 ആയി. ഓക്കെ, കാർഡാണ് ഗേസ്, കാർഡ്. എന്തായാലും 8 മണി ആവാറായില്ലേ ഗേസ്. നമുക്ക് എന്തായാലും നമ്മളെ കട ഒന്ന് ക്ലോസ് ചെയ്താലോ. ഇത്രയും സാധനങ്ങളും കൂടെ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാം ഗേസ്. ക്ലോസ് ചെയ്യണം, നാളെ നമുക്ക് ബാക്കി നോക്കാം. ഗേസ് അപ്പോൾ നമുക്ക് അമ്മച്ചി എക്സ്പെൻസീവ് ആണെങ്കിൽ അമ്മച്ചി വാങ്ങിക്കണ്ട, അമ്മച്ചി പോയിക്കോ. വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ല അവിടെ തപ്പി നോക്കണ്ട, ഇറങ്ങിപ്പോ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഉറങ്ങി. വെൽക്കം ടു നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇന്നെന്തൊക്കെയാണ് പരിപാടി? നമുക്ക് നമ്മളെ കട ഫുള്ള് നിറയ്ക്കണം ഗീസ്. സാധനങ്ങളൊക്കെ കുറേ വാങ്ങിക്കാറുണ്ട്. അതൊക്കെയാണ് ഗീസ് ഇന്നത്തെ പരിപാടികൾ. ഓക്കെ ഓക്കെ എടാ, ഞാൻ നേരത്തെ പോലെ 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തോട്ടേടാ. വെയിറ്റ് ആക്കേ. ഓക്കേടാ, നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വരും കേസ്, വരും. എന്തായാലും ഫുൾ പൈസ നമ്മളിവിടെ കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ 27 പോയിൻ്റ് എത്ര സെൻറ്റേ ഉള്ളൂ. കണ്ടോ കേസ്, നിരന്ന് കിടക്കണം. കണ്ടോ കേസ്, പെട്ടികൾ. നമുക്ക് കുറേ സിമുലേറ്റർ തുടങ്ങാറുണ്ട്. അപ്പോൾ ആ സിമുലേറ്ററെല്ലാം നമ്മൾ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടെല്ലാം സബ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, എൻ്റെ തൊണ്ട അത്യാവശ്യം ശരിയായി കേസ്. എനിക്കിപ്പോൾ ചുമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എനർജിയിൽ വീഡിയോ ഇടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ബോധം കെട്ട് ഇരുന്നേനെ. ഇപ്പം എന്തായാലും കുറവുണ്ട് കേസ്. ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ സാധനം എടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കാം കേസ്. അപ്പോൾ സ്പേസ് നമ്മൾ നോക്കണം കേസ്. സ്പേസ് ഇത്രയും സാധനങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ കുറേ സ്പേസ് പോകും കേസ്. ബ്രെഡ് നമ്മൾ അത്യാവശ്യം 4 ബോക്സ് നിറയെ വാങ്ങിച്ചിട്ടുണ്ട്. കമോണ്ടറാ. ഓക്കെ ഓക്കേടാ. ഓക്കെ, അങ്ങനെ അടുത്ത അറയിൽ വയ്ക്കാം. അടുത്ത താഴെ വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ അടുത്ത ബ്രെഡ് പാക്ക് വെച്ചിട്ടുണ്ട്. ഓക്കേടാ, ഇപ്പം മൊത്തം 4 പാക്കായി. 4 കേസ് ഇപ്പം തന്നെ. ഇനിയും ഒന്നുണ്ടെന്നാണ് തോന്നുന്നത് കേസ്. ഇപ്പം ചുമ മാത്രമേ ഉള്ളൂ കേസ്. അതുകൊണ്ട് വേറെ സീനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത്. ഓക്കേടാ ഗേസ്, നമുക്ക് ഇനിയും ഉണ്ടോ ഗേസ് ബ്രെഡ്? മൊത്തം 5 ഷെൽഫ് നിറയെ ഉണ്ട് ഗേസ് ബ്രെഡ്. ഗേസ്, നമ്മൾ ഇത് ഇത്രയും വിറ്റ് തീർത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിന്നാൽ 1-2 മണിക്കൂറാവും. അതുകൊണ്ട്
ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സെല്ല് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കേടാ, സെറ്റാണോ? അതേടാ, സെറ്റാണ്. ഓക്കെ, ഫസ്റ്റ് ദിവസം എന്തോ ഞങ്ങൾ പഠിപ്പിക്കുക സാധനങ്ങളൊക്കെ പറക്കിട്ടോ. ഫസ്റ്റ് ദിവസം എന്തോ നമ്മൾ മാവൊക്കെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളതിലിപ്പോൾ 1 രൂപ പോലും ഇല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സബ് ചെയ്ത് വെച്ചോ. അടുത്ത പാർട്ടിൽ അറിയാം നമുക്ക് ഇനി എത്ര രൂപ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. നമ്മൾ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇന്ന് സെല്ല് ചെയ്യുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇന്ന് സെല്ല് ചെയ്യും, ബാക്കി നമ്മൾ നാളെ സെല്ല് ചെയ്യും. ഓക്കെ, നാളെ അല്ല, അടുത്ത പാർട്ടിൽ. ഓക്കെ, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എനിക്കൊരു പിടിയില്ല, നിങ്ങൾക്കൊരു പിടിയില്ല, ആർക്കും ഒരു പിടിയില്ല. ഓയിൽ നമുക്ക് അവിടെ വയ്ക്കാം. ഇവിടെ അങ്ങനെ ഓയിലിൻ്റെ വില ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം കേസ്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ രീതിയിലും. ആൾക്കാർ വാങ്ങിച്ചില്ലേ നമുക്ക് വൻ നഷ്ടമായിരിക്കും കേസ്. ഓക്കെ ഓക്കെ, ഇത് ഓയിലാണ് ഇടാം. എന്തായാലും നമുക്ക് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് പ്രൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താം. അല്ലാതെ പിന്നെ നമ്മള് എന്ത് ചെയ്യാനാണ്? സ്റ്റോൺ ഫുൾ ആയിട്ട് കാണില്ല, പക്ഷെ അത് നമുക്ക് പ്രൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കാണാൻ പറ്റൂല. ഓക്കെ, ഫുള്ള് മൂടും. ഓപ്പൺ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യണോ ഗൈസ്? ഇപ്പോഴത്തേക്ക് വെച്ചാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കലുണ്ട്. നമുക്ക് കുറച്ചുകൂടി നോക്കാം ഗൈസ്. ഇനിയും ഒരു പ്രൈസ് എക്സ്പെൻസീവ് ആണെന്ന് പറയണമെങ്കിൽ കുറയ്ക്കാം. ഓക്കേടാ, ഇനി ഒരു 4 മിനിറ്റ് കൂടെ നമ്മളെ വീഡിയോ ഉള്ളു ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര മിനിറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എന്തായാലും 42 മിനിറ്റ് ആയി ഗൈസ്. ഓക്കെ ഓക്കെ, ആരോ എന്തോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബ്രെഡേ ഉള്ളൂ. $3. ഓക്കെ, വീണ്ടും ഒരു ബ്രെഡാ. ഓക്കെ, $2 കൊടുക്കാം. ഓക്കെ, $2, $2. ഓക്കെ, അതെന്താണ്? ഓക്കെ, എല്ലാവർക്കും നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും അധികം സാധനങ്ങളൊന്നും പോയിട്ടില്ല ഗൈസ്. ഓക്കെ, നമ്മൾ നാളെ വരുന്നതാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും വീഡിയോ വരും. അപ്പോൾ അതിൽ നമ്മൾ പാർട്ട് 2 ഇതായിരിക്കും ചെയ്യണത്. ചിലപ്പോൾ മൈൻക്രാഫ്റ്റ് ഇടും. പാർട്ട് 4 നമുക്ക് മൈൻക്രാഫ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ഫയർ ഇടാൻ നമുക്ക് നാളെ എല്ലാം ലോഗിങ്ങായി സെറ്റ് ആവുമെങ്കിൽ നമുക്ക് ഫ്രീ ഫയർ ഇടാം. ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ട് കേസ്, നമുക്ക് നോക്കാം കേസ്, നോക്കാം. പിന്നെ നിങ്ങൾക്കും കൂടെ സ്കൂൾ പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാത്തിനും വഴിയുണ്ട് കേസ്, വഴിയുണ്ട്. ഓക്കെ, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കേടാ. സൂപ്പർ മാർക്കറ്റ് ഒരപ്പൂപ്പനും പറഞ്ഞ് ഓയിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡാവട്ടെ കേസ്, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിന് അവിടെ പോയി അല്ലേ വേണ്ട കേസ്, കുറച്ചിടാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഓയിൽ വിറ്റ് പോകാതിരിക്കണ്ട. ഒരു 5.44 ഇടാം. എന്തു പറയുന്നു? അത് അത്യാവശ്യം കുറവാണ്. യെസ് ഗൈസ്. ഓക്കെ, അല്ലേ വേണ്ട ഈ സ്വന്തം ഒരു $5 ഇടാം. അതിലും ഇനി ആരും വാങ്ങിച്ചില്ലെങ്കിൽ. ഓക്കെ, അമ്മച്ചി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ വെക്കേഷൻ നടത്താമേ ഓക്കെ രണ്ടുപേരും മാറി മാറി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സൂസാൻ ക്ലാസ്സിൽ എവർക്കും കൂടെ ബില്ലടിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും അതല്ലേ ഗേസ് അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആവാറായി ഗേസ് അവിടെ ഇനിയും കൊണ്ടുപോയാ ഗേസ് നല്ല ലേറ്റാവും ഗേസ് നല്ല ലേറ്റാവും അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ ടൈം ആവാറായി ഓക്കെ ഓക്കേടാ അമ്മച്ചിക്ക് നമ്മൾ സാധനം കൊടുത്തില്ലെന്ന് പരാതി കണ്ട അമ്മച്ചിക്കും കൂടെ കൊടുത്തു വിട്ടേക്കാം ഓക്കേടാ ഇനി നമ്മൾ വെച്ചുകൊണ്ടിരുന്ന നല്ല ടൈം ആവടാ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ പെട്ടെന്ന് തന്നെ കാണുമ്പോഴേക്കും പീസ് ഔട്ട്